ഹലോ ഫ്രണ്ട്സ്, ചെമ്പ്രയപ്പൂവിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ ഭാഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചെമ്പ്രയപ്പൂവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു കഥാഗതി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. സച്ചിൻ രേവതിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ തരണേ. അങ്ങനെ നമ്മുടെ ശ്രുതി കാരണം ചന്ദ്രമതിക്ക് നല്ല 8ന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം ചന്ദ്രമതി ഒരിക്കലും തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര രേവതിയേക്കാൾ കൂടുതലായിട്ട് തന്നെ ശ്രുതിയെ വെറുത്തും പോകുന്നു. രേവതിയേക്കാൾ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ശ്രുതിയെ പിന്നീട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ചന്ദ്രമതി. ഇതിനിടയ്ക്ക് ശ്രുതി ചന്ദ്രമതിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഒരു ചെയിനൊക്കെ കൊണ്ടുപോയിട്ട് ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ചെയിനൊക്കെ മേടിച്ച് വെച്ചെങ്കിലും ശ്രുതിയോടുള്ള ദേഷ്യത്തില് ചന്ദ്രമതി ഒരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ല. ശ്രുതിക്ക് ഈ ചെയിൻ കിട്ടിയത് എവിടെ നിന്നാന്ന് വെച്ചാൽ അത് ആന്റണി കൊടുക്കുന്നതാണ്. ഒരാൾ ഇതെന്റെ കയ്യിൽ വിൽക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതിക്ക് ആന്റണി ആ ചെയിൻ കൊടുക്കുന്നത്. സത്യത്തിൽ ആന്റണി അത് മോഷ്ടിച്ച ചെയിനായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ശ്രുതി അത് ആന്റണിയിൽ നിന്നും കൈപ്പറ്റുകയും അത് പിന്നീട് ചന്ദ്രമതിക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. ചന്ദ്രമതി ആണെങ്കിൽ ആ ചെയിൻ കിട്ടിയ സന്തോഷത്തില് പിന്നെ ഏത് സമയവും അത് ഇട്ടുകൊണ്ടാണ് നടപ്പ്. അങ്ങനെ ഒരു ദിവസം ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകുന്ന സമയത്ത് ചെയിനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. എന്നാൽ ആ ഫംഗ്ഷന് ഈ ചെയിന്റെ യഥാർത്ഥ ഉടമയെ എത്തുന്നുണ്ട്. ഉടമയ്ക്കാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ കഴുത്തിൽ ഈ ചെയിൻ കാണുന്നതും ഇത് തന്റെ ആണോ എന്നൊക്കെ സംശയം തോന്നി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കും. പിന്നീട് ആ സ്ത്രീ ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ മാല എവിടെ നിന്നാണ് കിട്ടിയതെന്നും. ഇതെനിക്ക് എന്റെ മരുമകൾ ഗിഫ്റ്റ് തന്നെന്നുള്ള കാര്യം ചന്ദ്രമതി അവരോട് തുറന്നു പറയുന്നു. ഇത് കേട്ടിട്ടും വിശ്വാസമാകാത്ത ആ സ്ത്രീ ചന്ദ്രമതിയുടെ ആ ചെയിൻ പരിശോധിച്ച് നോക്കുമ്പോൾ ചെയിന്റെ പുറകിൽ അവരുടെ നെയിം എഴുതി വെച്ചിരിക്കുന്നതും കൂടെ കാണുമ്പോഴേക്കും അവർക്ക് ഉറപ്പാവുകയാണ് തന്റെ ചെയിൻ തന്നെയാണ് ചന്ദ്രമതിയുടെ കഴുത്തിൽ കിടക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ചന്ദ്രമതിയോട് അവര് ഇത് എന്റെ ചെയിനാണെന്നും എനിക്കിത് ഇപ്പൊ തന്നെ ഒരു തരാനും പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ ചന്ദ്രമതിയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇതിനിടയിൽ കയറിയിട്ട് ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണല്ലോ, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ ആ സ്ത്രീയോട് താഴ്മയോട് പറയും. മാത്രമല്ല ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഫ്രണ്ട്, എന്നാലും എന്ത് പരിപാടിയാ ചന്ദ്ര നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇങ്ങനെ മോഷ്ടിച്ച സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ടാണോ നടക്കുന്നത്? ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കേട്ട ആകെ വിഷമത്തിലാവുന്നുണ്ട്. ഒടുവില് ഇത് തനിക്ക് തന്റെ മരുമകള് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് തുറന്നു പറയുന്നുണ്ട് ചന്ദ്രമതി. അതോടുകൂടി അവരൊന്നും കൂടെ ചന്ദ്രമതിയെ അപമാനിക്കുകയാണ്. അപ്പൊ പണ്ടേ കുടുംബപരമായിട്ട് തന്നെ നിങ്ങൾ മോഷ്ടാക്കളാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയുടെ തൊലി ഉരിക്കുന്നുണ്ട് ആ ഫ്രണ്ടും ഉടമയും ഒക്കെ കൂടിയിട്ട്. ആകെ നാണം കെട്ടു പോകുന്നുണ്ട് ചന്ദ്രമതി. അതിനുശേഷം ചെയിന്റെ ഉടമയായിട്ടുള്ള ആ സ്ത്രീ തന്റെ ഭർത്താവിനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അദ്ദേഹം വരുമ്പോഴാണെങ്കിലും ചന്ദ്രമതിയുടെ കഴുത്തിൽ ആ ചെയിൻ കാണുമ്പോൾ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ചെയിൻ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്റെ മരുമകളെ ശ്രുതിയാണ് എനിക്കിത് തന്നതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ, അങ്ങനെയാണെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ മരുമകളോട് ഇങ്ങോട്ട് വരാൻ പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ പോലീസിൽ വിളിക്കും എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ ചന്ദ്രയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചിട്ട് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ പറയുകയാണ്. ശേഷം ശ്രുതി ചന്ദ്രമതിയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് എന്തിനാണ് വരാൻ പറഞ്ഞാന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ് ചന്ദ്രമതി, നിനക്കിവിടെ എന്ത് പ്രശ്നമാണ് നടക്കുന്നതെന്ന് അറിയുമെന്ന്. അല്ല, നീ ഈ ചെയിൻ എവിടുന്ന് മേടിച്ചതാന്നാ എന്നോട് പറഞ്ഞത്? നിന്റെ ഈ ചെയിൻ കാരണമേ മാനം പോയിട്ടാടി ഞാനിവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞോ, നീ ആരുടെ അടുത്തുനിന്ന് അത് മേടിച്ചത് എന്ന് ചന്ദ്രമതി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിലും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അതായത് ഞാനിത് സ്വർണ്ണക്കടയിൽ പോയി മേടിച്ചതൊന്നുമല്ല, എനിക്ക് അറിയാവുന്ന ആള് ഇതിന് 3 ലക്ഷം രൂപയോളം വില വരും, എനിക്കിത് 1 ലക്ഷം രൂപയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരുന്നു. ഈ ചെയിൻ കണ്ട ഉടനെ തന്നെ എനിക്ക് ആന്റിയെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ആന്റിക്ക് ഇത് പ്രസന്റ് ആയിട്ട് തന്നത്. അപ്പോഴാണ് ചന്ദ്രമതി ഈ ചെയിൻ മോഷ്ടിച്ച സ്വർണ്ണമാണെന്നുള്ള കാര്യം ശ്രുതിയെ അറിയിക്കുന്നത്. ദേ, ഈ നിൽക്കുന്നവരെ കണ്ടില്ലേ, ഇവരാണ് ഈ ചെയിനിന്റെ യഥാർത്ഥ ഉടമകൾ. അതും പറഞ്ഞ് അവരെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക്. വീണ്ടും ശ്രുതിയോട് തന്നെ ദേഷ്യപ്പെടുകയാണ്, നീ എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രുതിയാണെങ്കിലും ആകെ പേടിച്ചു പോകുന്നുണ്ട്. ശേഷം ചന്ദ്രമതിയോട് പറയും, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നല്ലോ ആന്റി, ഞാൻ പറയുന്നതൊക്കെ സത്യമാ, ആന്റി എന്നെ വിശ്വസിക്കണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ശ്രുതിയോടുള്ള വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ചന്ദ്രമതിക്ക് ശ്രുതി പറയുന്ന വാക്കുകളൊന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു പറയും, നീ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന്? ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോ നീ ഇപ്പൊ മോഷണവും തുടങ്ങിയില്ലെന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ വെച്ച് കണക്കിന് കുറ്റപ്പെടുത്തുന്നുണ്ട് ചന്ദ്രമതി. അതേസമയം ചന്ദ്രയോടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞ് മുന്നോട്ട് വരികയാണ് ഭാമ. ശേഷം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ പറ മോളെ, നീ ഈ സ്വർണം എവിടെന്നാ മേടിച്ചത്? ആരാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ അവസാനിക്കും എന്നൊക്കെ ഭാമ പറയുന്നത് കേട്ടിട്ട്, ഇത് ഞാൻ മോഷ്ടിച്ച സ്വർണ്ണമൊന്നും അല്ലെന്ന് പറഞ്ഞില്ലേ ആന്റി, 1 ലക്ഷം
ലക്ഷം രൂപ കൊടുത്തിട്ട് മേടിച്ച സ്വർണ്ണമാണ് ഞാനിത്. എനിക്കറിയാവുന്ന ഒരാളാണ് ഇത് തന്നതെന്നും കൂടെ പറയുമ്പോൾ അയാളുടെ പേര് പറയാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് എല്ലാവരും കൂടിയിട്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചോളാം എന്നിങ്ങനെ ഓണറും പറയുന്നുണ്ടെങ്കിലും ശ്രുതിയാണെങ്കിൽ ആന്റണിയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ പറയാൻ മടിച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതും കൂടെ കാണുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാടി അവന്റെ പേരും ഡീറ്റെയിൽസ് തരാൻ ഇത്രയും മടിക്കുന്നത്? ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് നിൽക്കുന്നതൊന്നും നിനക്കൊരു പ്രശ്നമല്ല അല്ലേ? നിനക്ക് അവനെ രക്ഷിക്കുന്നതാണ് പ്രധാനം. അല്ല, അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ നിനക്കും ഈ മോഷണത്തിൽ പങ്കുണ്ടെന്നുള്ള കാര്യം. ഇറച്ചിവിട്ടുകാരനായ ഒരാളെ കൊണ്ടുവന്നിട്ട് സ്വന്തം ഇളയച്ചനാണെന്ന് പറഞ്ഞവളല്ലേടി നീ. അപ്പൊ നീ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ഇതിനിടയിൽ ഓണേഴ്സ് വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ലെന്നും ഇപ്പൊ തന്നെ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം അറിയണമെന്നും പറയുകയാണ്. ചന്ദ്രയുടെ ഈ ഫ്രണ്ടിനാണെങ്കിൽ ശ്രുതിയും ചന്ദ്രയും തമ്മിൽ ഉടക്കിലായിരുന്നു എന്നുള്ള കാര്യമൊന്നും അറിവില്ലായിരുന്നു. ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം ചന്ദ്രയുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നത് കാണുമ്പോഴത്തേക്കും അവരിതൊക്കെ കേട്ട് ഞെട്ടലോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നീ പറഞ്ഞത്? ശ്രുതി ഒരു ഇറച്ചിവിട്ടുകാരനെ കൊണ്ടുവന്നിട്ട് ഇളയച്ചനായിട്ട് അഭിനയിപ്പിച്ചെന്നോ? അല്ല, നിന്റെ വീട്ടിലെ മരുമക്കളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ? ചന്ദ്രയ്ക്കാണെങ്കിൽ ശ്രുതിയെ കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട്. നീ കാരണം ഞാൻ ആകെ അപമാനിക്കപ്പെട്ടെന്നും ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് മുങ്ങാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുമ്പോൾ ചന്ദ്രമതിയെ വിടുന്നില്ല ഓണേഴ്സ്. അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. പിന്നെ ചെയിൻ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെയിൻ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ഡീറ്റെയിൽസ് പോലീസ് എന്തായാലും അന്വേഷിക്കും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുകയുള്ളൂ. ചന്ദ്രമതി ഇതൊക്കെ കേട്ട് പേടിച്ചു പോകുന്നുണ്ട്. ശ്രുതിയെ പിന്നെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. നിനക്ക് ഇനിയും മതിയായില്ലേടി? സത്യം പറഞ്ഞു, ആരുടെ കയ്യിൽ നിന്നാ നീ ഈ സ്വർണം മേടിച്ചത്? അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ ആന്റണിയുടെ കയ്യിൽ നിന്നാണ് സ്വർണം മേടിച്ചതെന്നുള്ള കാര്യം ശ്രുതി തുറന്നു പറയുകയാണ് കേട്ടോ. ആന്റണി ആണെങ്കിൽ ഇത് മോഷ്ടിച്ച സ്വർണം തന്നെയായിരിക്കുമെന്ന് ചന്ദ്രമതിക്ക് ഉറപ്പാവുകയാണ്. എന്നിട്ട് ഈ ചന്ദ്രമതി എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ആന്റണി എന്ന് ഇവള് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് സത്യം തന്നെയായിരിക്കും. കാരണം അവൻ മോഷണം നടത്തിക്കൊണ്ടിരുന്ന ആള് തന്നെയായിരുന്നു. ഇപ്പോഴാണ് അവൻ പലിശയ്ക്ക് പണം കൊടുക്കലൊക്കെ തുടങ്ങിയത്. ഏതായാലും അവൻ തന്നെയായിരിക്കും ഇതിന്റെ പുറകില്. അവന്റെ കയ്യിൽ മോഷണ സ്വർണം കാണാനുള്ള സാധ്യതയും ഉണ്ട്. അവന്റെ കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടേ നിങ്ങൾ അവരെ ചോദ്യം ചെയ്തു. അങ്ങനെയും പറഞ്ഞ് ചന്ദ്രമതി നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നതും കേട്ടിട്ട് ഞങ്ങൾ എങ്ങനെയാ അവന്റെ പുറകെ പോകുന്നത്? അതും അവനെ പോലെ റൗഡികളുടെ ഒക്കെ പുറകെ. ഞങ്ങൾ ഏതായാലും പോലീസിനെ വിളിക്കാന്നും പറഞ്ഞ് ചെയിനിന്റെ ഉടമയായിട്ടുള്ള അയാള് പോലീസിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. എല്ലാത്തിനൊടുവിൽ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്റെ മരുമകൾ മോഷ്ടിച്ചതൊന്നുമല്ല, ആന്റണിയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചെയിൻ മേടിച്ചതെന്ന്. അതേസമയം ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ പല ടെൻഷൻസ് ആണ്. ആന്റണിയെ എങ്ങാനും പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ആന്റണിക്കുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാകും. പക്ഷേ താനാണ് ശരിക്കും പെടാൻ പോകുന്നത്. കാരണം തന്നെക്കുറിച്ചുള്ള മുഴുവൻ ഹിസ്റ്ററിയും ആന്റണിക്ക് ഇപ്പം നന്നായിട്ട് അറിയാം. താൻ ശ്രുതിയല്ല കല്യാണിയാണെന്നുള്ള സത്യം എങ്ങാനും പുറത്തു വന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നെല്ലാം ശ്രുതി ടെൻഷനോടെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ പോലീസ് ആണെങ്കിൽ ആന്റണിയെ അന്വേഷിച്ച് ആന്റണിയുടെ ഓഫീസിലും വീടിലും ഒക്കെ പോകുന്നുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ ആന്റണി മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആന്റണി മുങ്ങുന്നതും. അതോടുകൂടി പോലീസുകാരാണെങ്കിൽ ആന്റണിയെ കിട്ടുന്നത് വരെ ശ്രുതി ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ശ്രുതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ശ്രുതിയോട് ചന്ദ്ര പറയുന്നുണ്ട്, നീ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ നീ ഇപ്പോഴാണ് അനുഭവിക്കുന്നതെന്ന്. എന്റെ മകനെ നീ എന്തുമാത്രം കളിപ്പിച്ചു, നിനക്ക് ഇത് തന്നെ കിട്ടണോടി എന്നെല്ലാം പറഞ്ഞ് ശ്രുതിയെ പ്രാഗിക്കൊണ്ട് തന്നെയാണ് ചന്ദ്രമതി ഫംഗ്ഷന്റെ അവിടെ നിന്ന് പോകുന്നത്. ശ്രുതിയാണെങ്കിൽ ആകെ തകർന്നു പോവുകയും ചെയ്യുന്നു.